ഹലോ നമസ്കാരം സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മോളിക്കുലർ ബയോളജിയുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA ആണ്. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിന്റെയും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് DNA ആണ്. നമ്മളുടെ ബോഡിയിലും എന്താണ് നമ്മളുടെ ജനറ്റിക് ഇൻഫർമേഷന് നമ്മുടെ ഓഫ് സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് DNA വഴിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് DNAയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറും ഒക്കെ പഠിക്കാം. So let's move on to the video. Okay, so നമ്മൾ ഹിസ്റ്ററി ഓഫ് DNA പഠിക്കുന്നതിന് മുന്നേ എന്താണ് DNA എവിടെയാണുള്ളത് അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് സ്ലൈഡ്സിലില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോശങ്ങൾ കൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ സെൽസ് കൊണ്ടാണ്. സോ ഇപ്പോൾ പ്രൊക്കാരിയോട്ടിക് ആണെങ്കിൽ എന്താണ്, ഒരു സെല്ലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ യൂക്കാരിയോട്സ് ആണെങ്കിൽ അവരുടെ ബോഡിയിൽ എന്താണ് ഒരുപാട് കോശങ്ങളുണ്ടാകും. ഈ ഓരോ കോശത്തിലും എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും. സോ ഒരു സെൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഈ സെല്ലിനുള്ളിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹിസ്റ്ററി ഓഫ് DNA പഠിക്കുമ്പോൾ പറയും അതിനകത്ത് ന്യൂക്ലിയൻ ഉണ്ട്, അതിനകത്ത് എന്താണ് DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ പറയും. ഇപ്പം നമുക്ക് ജസ്റ്റ് DNAയുടെ ഒരു കഥ മാത്രം നോക്കാം. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്, ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഇമേജ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ബയോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തവരുണ്ടാവും. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു എന്താ പലതരത്തിലുള്ള ക്രോമസോംസ് ഉണ്ട്, അത്രയൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക ഒരു എക്സ് ഷേപ്പിലുള്ള ഒരു ക്രോമസോം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്രോമസോം ഉണ്ട്. അങ്ങനത്തെ എത്ര ക്രോമസോംസ് ഉണ്ട്? ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം, ഒരു ഹ്യൂമൻ ബോഡിയിൽ 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. എത്ര? 23 പെയർ ഓഫ് ക്രോമസോംസ്. 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ഇതിനകത്ത് 22 പെയറും ഓട്ടോസോംസ് ആണ്. ഓക്കെ, 22 പെയർ ഓട്ടോസോംസും 1 പെയർ എന്താണ്, സെക്സ് ക്രോമസോംസും ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതും കൂടെ പറയുന്നത്. ഈ ക്രോമസോംസിലാണ് ആര് അറേഞ്ച് ചെയ്യപ്പെട്ടുള്ളത്? നമ്മുടെ DNA അറേഞ്ച് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം DNA എന്ന് പറയുമ്പോൾ ഒരു ലോങ് ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള DNA എങ്ങനെയായി കുട്ടി ക്രോമസോമിനകത്തിരിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്രോമസോംസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട് എന്തുമായിട്ട് ബൈൻഡ് ചെയ്യുന്നറിയാമോ? ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുമായിട്ട് ഇങ്ങനെ ചുരുണ്ട് ഒരു സ്ട്രിങ്ങിൽ ബീഡ്സ് അറേഞ്ച് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഒരു മാലയിൽ മുത്തു കോർത്തതുപോലെ ഇങ്ങനെ അവർ ബൗണ്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇവർ കോയിൽഡ് ആയിട്ട് എന്തിനുള്ളിലിരിക്കും? നമ്മളുടെ ഈ ഒരു ക്രോമസോമിനകത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് DNA ഇരിക്കുന്നത്. ഇനി ഇത് സെൽ ഡിവിഷന്റെ സമയത്ത് വിഘടിക്കുന്നു. എന്താണ്, അമ്മയുടെയും അച്ഛൻ്റെയും DNA ഹാഫായിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? ഓഫ്സ്പ്രിങ്സിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ പഠിക്കും. ഇത് ബേസിക് ആയിട്ട് എന്താണ് DNA എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? ഇതിനുള്ളിൽ DNA ഉണ്ടെന്ന് മനസ്സിലായി. എന്തുണ്ട്? DNA ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, DNA അപ്പോൾ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഇങ്ങനെ പോവാണ്. ഇനി ഈ DNAയുടെ ചെറിയ ഒരു സെഗ്മെന്റ്, അതായത് ഇങ്ങനെ DNA ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ഫുൾ DNA ഉണ്ട്, അതിനകത്ത് ഒരു കുഞ്ഞു പോർഷൻ, ഇത്രയും ഒരു പോർഷൻ. ഓക്കെ, അപ്പം ആ ഒരു നമുക്ക് ഇത്രയും ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തു, ഒരു ചെറിയ സെഗ്മെന്റ് കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത ആ പോർഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു സെഗ്മെന്റ് DNA, വലിയൊരു DNAയുടെ ഒരു ചെറിയൊരു സെഗ്മെന്റ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജീൻ എന്ന് വിളിക്കാം. ഈ ജീനുകളാണ് പല പ്രോട്ടീനുകളെയും കോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്കിൻ കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അങ്ങനെ നമുക്ക് പേരൻസിൻ്റെ ഒരുപാട് ട്രൈറ്റ്സ് കിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോരോ ജീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം അമ്മയുടെ ഹെയർ കളറ്, നമ്മുടെ എന്താണ് കണ്ണിൻ്റെ കളറ്, അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോണ്, നമ്മുടെ ഹൈറ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെയും എന്താണ് കോഡ് ചെയ്യുന്നത് ഈ ജീനുകളാണ്. അപ്പം ജീൻ എന്ന് പറയുന്നത് ഈ DNAയുടെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് DNA എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹിസ്റ്ററി ഓഫ് DNA. 1869 ഫെഡറിച്ച് മിഷർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ
നമ്മളുടെ സെല്ലിനെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അതായത് വൈറ്റ് ബ്ലഡ് സെൽസ്, ഒരു ബാൻഡേജിൽ ഉണ്ടായിരുന്ന വൈറ്റ് ബ്ലഡ് സെൽസിനെ ഇദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ സെല്ലിന്റെ ന്യൂക്ലിയസിനകത്ത് മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ന്യൂക്ലീൻ എന്ന് വിളിച്ചു. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? ന്യൂക്ലീൻ എന്ന് വിളിച്ചു. അപ്പൊ ഈ ന്യൂക്ലീൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അദ്ദേഹം കണ്ട ഒരു കമ്പോണന്റ് ആയിരുന്നു എന്ത്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അല്ലെങ്കിൽ DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് മാത്രമല്ല, അതിനകത്ത് RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയൻ എന്ന് പറഞ്ഞ പേര് ഓർത്തിരിക്കുക. അതിനകത്ത് മേജർ കമ്പോണന്റ് ആയിട്ട് എന്ത് കണ്ടെത്തിയെന്ന് ഓർത്തിരിക്കുക? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി പിന്നീട് ബൈ ദ എൻഡ് ഓഫ് ദ 19th സെഞ്ചുറി പല കെമിസ്റ്റുകളും പല റിസർച്ചേഴ്സും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ DNA കുറിച്ച് പഠിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താണ്? DNAയുടെ ഒരു ജനറൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ ദ റിലേറ്റഡ് കോമ്പൗണ്ട് RNA. അപ്പൊ DNA കുറിച്ചും RNA കുറിച്ചുമുള്ള പഠനങ്ങൾ വന്നു. ഇവരുടെ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി. സോ ബോത്ത് ആർ ലോങ് പോളിമേഴ്സ്. രണ്ടും എന്താണ്? ലോങ് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ആർ ചെയിൻ ഓഫ് സ്മോൾ കോമ്പൗണ്ട്സ് കോൾഡ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ കുറേ ന്യൂക്ലിയോടൈഡ്സ് ചേർന്ന ഒരു ലോങ് പോളിമറിന്റെ രൂപത്തിലാണ് DNAയും RNAയും കാണപ്പെടുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം എന്താ? DNA എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഒരു ലാഡർ പോലെയാണ് കാണപ്പെടുന്നത്. RNA എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ കൊണ്ടാണ്, RNA ഉണ്ടാക്കിയിരിക്കുന്നത് റൈബോസ് ഷുഗർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ അപ്പോൾ നമ്മളുടെ DNAയുടെ കുറെ കമ്പോസ് ചെയ്തിരിക്കുന്നത് കുറെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ്, കുറെ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ്. സോ നോക്കിക്കേ, DNA എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ന്യൂക്ലിയോടൈഡ് എന്തൊക്കെ കൊണ്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്? ഷുഗർ ഉണ്ടാകും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും, ഒരു ബേസ് ഉണ്ടാകും. അപ്പോൾ ഈ ബേസ് എന്ന് പറയുന്നത് എന്താണ്? നൈട്രോജനസ് ബേസുകളാണ്. എന്താണ്? നൈട്രോജനസ് ബേസുകളാണ്. നൈട്രോജനസ് ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതായത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഇത്ര ആൽഫബറ്റ്സ് ഉണ്ട്, 26 ആൽഫബറ്റ്സ് ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെ DNAക്ക് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 4 ആൽഫബറ്റ്സേ ഉള്ളൂ. ATGC. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെ DNA-യും RNA-യും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ പറഞ്ഞുതരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ RNA-യെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് 4 നൈട്രോജനസ് ബേസസ്. പക്ഷേ അവർക്ക് എന്തില്ല? തൈമിൻ ഇല്ല. അവർക്ക് എന്തില്ല? തൈമിൻ ഇല്ല. പകരം RNA-ക്ക് എന്താണുള്ളത്? യുറാസിലാണുള്ളത്. ഓക്കെ, RNA-ക്ക് എന്താണുള്ളത്? യുറാസിലാണുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ RNA-യെ സംബന്ധിച്ചിടത്തോളം യുറാസിലാണുള്ളത്. DNA-യെ സംബന്ധിച്ചിടത്തോളം എന്താണ്? തൈമിനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, ആറും യുവും. ഓക്കെ, യു ആർ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ഒരു ടിപ്പാണ്. യുറാസിൽ RNA. ഇനി DNA-യുടെ കേസിൽ യുറാസിൽ അല്ല, എന്താണ്? തൈമിനാണ്. ഓക്കെ, അപ്പം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 നൈട്രോജനസ് ബേസസ് ഉണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA സംബന്ധിച്ചിടത്തോളം 4 ആൾക്കാരുണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അവർക്ക് തൈമിനില്ല, പകരമുള്ളത് യുറാസിലാണ്. ഓക്കെ, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായി ഓർത്തിരിക്കുക. ഇനി ഇത് കൂടാതെ അവർക്ക് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? ഒരു ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു ഷുഗറും ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ് ഈ നൈട്രോജനസ് ബേസുകളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതായത് നൈട്രോജനസ് ബേസുകൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കും. അവർക്കൊരു ബാക്ക് ബോൺ ആയിട്ട് വർത്തിക്കുന്നത് ആരാണ്? അതിന്റെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടാണ്. അതായത് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ PO4 ആണ്. PO4 ഉണ്ട്. പിന്നെ എന്താണ്? ഷുഗർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ. ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ. ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? നൈട്രോജനസ് ബേസസ് ഉണ്ട്. അതെന്തൊക്കെയാകാം? നമ്മുടെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവര് കണക്റ്റഡ് ആയിരിക്കുന്നത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ഡിയോക്സി റൈബോസ് ഷുഗറുമാണ്. അപ്പൊ എന്താണ് ഈ ഡിയോക്സി റൈബോസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുണ്ട്? ഒരു ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഷുഗർ ആണ് ഡിയോക്സി റൈബോസ്. എന്താണ്? ഡിയോക്സി
റൈബോസ്. അപ്പൊ റൈബോസ് എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക ഇതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അതിപ്പം RNAയുടെ കേസിൽ റൈബോസ് ആണ്, DNA കേസിൽ ഡിയോക്സി റൈബോസ് ആണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? രണ്ടും 5 കാർബൺ കോമ്പൗണ്ടുകളാണ്. പക്ഷേ നമ്മളുടെ DNA ഷുഗർ ആയിട്ടുള്ള ഡിയോക്സി റൈബോസിൽ എന്തിന്റെ കുറവുണ്ട്? ഡിയോക്സി എന്നാണല്ലേ. അപ്പോൾ വിത്തൗട്ട് ഓക്സിജൻ അതിന്റെ സെക്കൻഡ് കാർബണിൽ ഒരു OH ഗ്രൂപ്പ് കുറവാണ്. അതായത് OH ഗ്രൂപ്പിന് പകരം അവിടെ H ആണുള്ളത്. അതായത് അവിടെ ഒരു ഓക്സിജൻ കുറവാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഡിയോക്സി റൈബോസ് എന്ന് വിളിക്കുന്നത്. RNAയുടെ കേസിൽ അങ്ങനെയല്ല, അവിടെ റൈബോസ് ആണ് സാധാ പോലെ, അവിടെ OH ഒക്കെ ഉണ്ട്. ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പോൾ OH കുറവാണ്, അല്ലെങ്കിൽ OHന് പകരം H ആണ് സെക്കൻഡ് കാർബണിൽ. അതാണ് ഡിയോക്സി, വിത്തൗട്ട് ഓക്സിജൻ. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പൊ അതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഷുഗർ എന്ന് ഓർക്കുക. പിന്നെ PO4 ഉണ്ട്, എന്താണത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണെന്ന് ഓർക്കുക. നൈട്രോജനസ് ബേസുകളുണ്ട്, ATGC. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇത് ബേസിക്കലി DNA കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാ നോക്കിയേ, ഇങ്ങനെയാണ് ഒരു DNA സ്ട്രക്ചർ വരുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, നമ്മൾ പതിയെ പതിയെ പഠിക്കും. അതിനകത്ത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 നൈട്രജനസ് ബേസ് ഉണ്ട്. പിന്നെ അവരുടെ ബാക്ക് ബോൺ ആയിട്ട് എന്തുണ്ട്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ട്. ഓക്കെ, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ദ ചെയിൻ ഈസ് ഫോംഡ് ബൈ ലിങ്കിങ് ദ ഷുഗേഴ്സ് ടു വൺ അനദർ ത്രൂ ദെയർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ ഈ ഷുഗറുകളെ എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആരാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളാണ്. അതൊക്കെ നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി ഇത് കൂടാതെ നമ്മുടെ ന്യൂക്ലിയൻ, അതായത് DNA-യും RNA-യും കൂടാതെ ന്യൂക്ലിയനിൽ ആരും കൂടെ ഉണ്ട്? പ്രോട്ടീനുകളുണ്ട്. പ്രോട്ടീൻ വാസ് ദ അതർ മേജർ കമ്പോണന്റ് ഓഫ് ന്യൂക്ലിയൻ. അപ്പൊ ഈ ന്യൂക്ലിയനകത്ത് പ്രോട്ടീനുകൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്? നമ്മൾ പറഞ്ഞു DNA-യുടെ കേസിലും RNA-യുടെ കേസിലും എന്താണ്? 5 കാർബൺ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രജനസ് ബേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ DNA-യും RNA-യും നമുക്ക് ക്ലിയർ ആണ്. ഇനി പ്രോട്ടീനിനെ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അമിനോ ആസിഡുകൾ കൊണ്ടാണ്. വ്യത്യാസം മനസ്സിലായോ? പ്രോട്ടീൻ എന്ന് പറയുമ്പോഴേ ഓർക്കണം, ദേ ആർ കമ്പോസ്ഡ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ദ അമിനോ ആസിഡ്സ് ഇൻ ദ പ്രോട്ടീൻസ് ആർ ജോയിൻഡ് ബൈ പെപ്റ്റൈഡ് ബോൺസ്. എന്താണ്? അവരെ കണക്ട് ചെയ്യുന്നത് ആരാണ്? പെപ്റ്റൈഡ് ബോണ്ടുകളാണ്. സോ ഒരു സിംഗിൾ പ്രോട്ടീൻ ചെയിനിന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു പോളിപെപ്റ്റൈഡ് എന്ന് പറയാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ എന്തുണ്ട്? ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, അതുപോലെ നൈട്രജനസ് ബേസസ് ഉണ്ട് DNA-യുടെ കേസിലും RNA-യുടെ കേസിലും. എന്നാൽ പ്രോട്ടീനിന്റെ കേസിൽ അവരുടെ കമ്പോസ് ചെയ്തിരിക്കുന്നത് അമിനോ ആസിഡുകളാണ്. ഈ അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്യുന്നത് എന്താണ്? പെപ്റ്റൈഡ് ബോണ്ടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഒരു ലോങ് ചെയിൻ അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെ നമ്മൾ എന്ത് പറയുന്നു? ഒരു സിംഗിൾ സ്ട്രെച്ചിനെ നമ്മൾ എന്ത് പറയുന്നു? അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോട്ടീൻ ചെയിനെ നമ്മൾ എന്ത് പറയുന്നു? പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പൊ DNA മനസ്സിലായി, RNA മനസ്സിലായി, പ്രോട്ടീൻ മനസ്സിലായി. ഇവർ എവിടെയാണുള്ളതെന്നാ പറഞ്ഞത്? നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയൻ കോമ്പോണൻസ് ആണ് ഈ പറയുന്ന DNA-യും RNA-യും പ്രോട്ടീനും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.